ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവരെ അവിടെ നിന്ന് മാറ്റുകയാണോ, എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? അക്ഷയ, ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ തന്നെ ഇപ്പോൾ ഇടപെട്ടു. ഒരു കുന്നമംഗലം സ്വദേശിയായ മുഹസിൻ ഭൂപതി എന്നൊരാൾ അവരുടെ വീട്ടിൽ അവിടെ താമസിക്കാൻ വേണ്ടി ഇന്ന് രാത്രി താമസിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഒരുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടേക്ക് പോവുകയാണ്. നടക്കാവ് CI ഉൾപ്പെടെയുള്ളവർ, പ്രജിത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉമ്മ എങ്ങോട്ടാ പോകുന്നത്? കൊണ്ടുവരുമല്ലോ, ആടിനാട് കൊണ്ടുവരൂലേ കുട്ടിക്കാരും പാല്. ഇപ്പൊ സംസാരിച്ചില്ലേ ഓലെ വീട്ടിലേക്ക് തൽക്കാലം പോവാന്ന് പറഞ്ഞ് രാവിലെ ഇങ്ങോട്ട് തന്നെ വരും. തൽക്കാലം ആ വീട്ടിൽ താമസിക്കുകയാണ്. തൽക്കാലത്തിന് ഇപ്പൊ ഒന്നിപ്പോ അങ്ങോട്ടേക്ക് മാറാണ്. വേറെ വീടൊന്നും കിടക്കാനില്ല പോലും. ഇങ്ങനെ ഒരു ഇപ്പൊ തൽക്കാലം നമ്മൾ സുഹൃത്ത് മുഹസിൻ ഭൂപതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ മനാഫടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകും. പിന്നെ നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. ADM പിന്നെ നമ്മുടെ നടക്കാവ് CI ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സംസാരത്തിൽ നാളെ കളക്ടറുമായിട്ട് രാവിലെ സംസാരിച്ചിട്ട് ഒരു സ്ഥിരമായ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഈ രീതിയിലാണ് തൽക്കാലത്തേക്ക് ഇന്നൊരു ഷെൽട്ടർ കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് ജില്ലാ കളക്ടറുമൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നടക്കാവ് CI ഉണ്ട്. എന്താണ് നാളെ അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ആലോചിച്ചിട്ട് ബാക്കി നടപടി സ്വീകരിക്കും. അതിൻ്റെ ബന്ധപ്പെട്ട ജില്ലാധികാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് തൽക്കാലം അവിടെ അതെ തീർച്ചയായും. നാളെ ഇവിടെ വീണ്ടും പ്രതിഷേധിക്കുന്നു. നോക്കാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. CIയും അത് കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് തൽക്കാലത്തേക്ക് ഒരു ഷെൽട്ടർ കൊടുക്കാമെന്നൊരു നാട്ടുകാരൻ സന്നദ്ധ പ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട്. മുഹസിൻ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കാണോ? അതെ വീട്ടിലേക്ക് പോട്ടെ. നമ്മളെ കൂടെ ഒന്ന് രാത്രി അവിടെ നിന്നോട്ടെ. നാളെ അവരുടെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അത് പരിഗണിക്കാം. എന്തായാലും നമ്മൾ മാനുഷികപരമായ ഒരു ധർമ്മം ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. ആ ഒരു സംഗതി നിറവേറ്റുന്നതെന്ന് മാത്രം. ഭാര്യ കൂടെയുണ്ട്. ഭാര്യയുടെ കൂടി അഭിപ്രായമാണ് വീട്ടിലേക്ക് കുന്നമംഗലത്ത്. നാളെ അവര് വീണ്ടും കളക്ടറേറ്റിലേക്ക് വരുന്നു പറയുന്നുണ്ട്. അതെ നാളെ അവരുടെ തീരുമാനങ്ങൾ എന്തൊക്കെയല്ല എന്നുള്ളത് നൗഷാദ് തെക്കയിലാണ് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് ഒരു ധാർമ്മികമായ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. തീർച്ചയായും ഈ മുഹസിൻ എന്നാണ് കുന്നമംഗലം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നാളെ സർക്കാർ സംവിധാനം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ADM ഇപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനം വിളിച്ചിരുന്നു. അവർ നാളെ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ആലോചന നടത്തുന്നുണ്ട്. നടക്കാവ് CIയും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഏതായാലും ഈ കുടുംബം നാളെ രാവിലെ വീണ്ടും ഈ കളക്ടറേറ്റിലേക്ക് മുമ്പിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി ഷഹീദ്, ഇന്ന് രാത്രി സുരക്ഷിതമായി ഇരിക്കാൻ അവർക്കൊരു ഇടം ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹസിൻ എന്നൊരു വ്യക്തി അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുമായിട്ട് ചർച്ച നടത്തുന്നതായിരിക്കും. അതിനുശേഷം ഒരു സംവിധാനത്തിലേക്ക് എത്താം എന്നാണ് അറിയിക്കുന്നത്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഹീദ്, ഇന്ന് മാത്രമുള്ളൊരു ആശ്വാസമാണ്. അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടായാൽ മാത്രമേ അവരിപ്പോൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടായെന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിനു മുൻപേയും ഈ ഒരു വാർത്ത വന്നപ്പോൾ പോലും പലരും സഹായിക്കാം എന്നുള്ള രീതിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഷഹീദിനെ പോലും പലരും നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഫോൺ വിളികൾ വന്നിരുന്നു. വിദേശത്തുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ വിളിച്ചിരുന്നു. അവർക്ക് വാടകയോ മറ്റ് സംവിധാനങ്ങളോ അവർക്ക് വീടിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന ഓറലിയുള്ള വാക്കാലുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഇനിയും നമുക്കൊരു വ്യക്തതയൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ചില കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് അതിനുവേണ്ടിയുള്ള ഒരു ഫണ്ട് രൂപീകരിക്കേണ്ടതൊക്കെയുണ്ട്. പക്ഷേ പ്രാഥമികമായും ഇന്ന് രാത്രി അവർക്ക് ഇങ്ങനെ കളക്ടറേറ്റ് മുമ്പിൽ കഴിയേണ്ടി വരുന്നൊരു വലിയൊരു സാഹചര്യം, ദാരുണമായ സാഹചര്യമാണ്. അത് ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ ഉന്നയിക്കുന്ന വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. നീതി ഇവിടെ പക്ഷത്ത് നിന്നുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും ഇതുവരെ നമുക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ പല തവണയായി അനീതിക്കിരയായ ഒരു കുടുംബമാണ്. ഏറ്റവും ഒടുവിൽ ഒരു വീട് എന്നുള്ള ഒരു അവരുടെ പ്രാഥമികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിന് ഇപ്പോൾ ഇന്ന് രാത്രി തൽക്കാലത്ത് സന്നദ്ധ പ്രവർത്തകന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്ഥിരം സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് നാളെ ജില്ലാ ഭരണകൂടം ADMുമായി സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംവിധാനത്തിൽ തന്നെ അതിനുള്ളൊരു തൽക്കാലത്തേക്കെങ്കിലും ഒരു ഷെൽട്ടർ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അവർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് മതിയാകുകയില്ല. അവർക്ക് സ്ഥിരം വീട് എന്നുള്ളൊരു ആവശ്യം അവരുടെ മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ അതിനവർ
അർഹതപ്പെട്ടവരാണ്. അതിനുള്ള നീക്കം ശരി ഷഹീദ്, എന്തായാലും ഈ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതോടുകൂടി പല വിധത്തിലുള്ള ഈ ഉമ്മയ്ക്കും മകനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്മയുള്ള ചില മനുഷ്യർ അതിപ്പോൾ ഷഹീദിനെ പോലും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് വാടകയ്ക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് എന്നുണ്ടെങ്കിൽ അത് നൽകാം, അവരുടേതായിട്ടുള്ള മറ്റു ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ഫോൺ കോളുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വാർത്ത നൽകിയതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു രാത്രി സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ അവർ ഉന്നയിക്കുന്ന പലവിധ ആവശ്യങ്ങളുണ്ട്. പലപ്പോഴായിട്ട് നീതി തേടി അലയുന്ന ഒരു കുടുംബം കൂടിയാണ്. മകൾ നഷ്ടപ്പെടുന്നു, പോക്സോ കേസ് അതിജീവിതയുടെ കുടുംബമാണ്, വീടില്ലാതെയാകുന്നു, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ. നീതി ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം, ആ സംവിധാനം എല്ലാം തന്നെ ഉണരണം. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് നീതി ഉറപ്പാക്കണം. അത് തന്നെയാണ് ഇപ്പോഴും ആവശ്യപ്പെടാനുള്ളത്.